വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ പരസ്പരം കൂട്ടിയിടിച്ച തീഗോളമായി അമേരിക്കൻ നേവിയുടെ 2 വിമാനങ്ങൾ പൂർണ്ണമായി കത്തിയമരും മുൻപ് പൈലറ്റുമാർ ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. പറക്കുന്നതിനിടെ വിമാനങ്ങളുടെ ചിറകുകൾ തമ്മിൽ കുരുത്താണ് അപകടമുണ്ടായതെന്നാണ് വിവരം. അമേരിക്കയിലെ വെസ്റ്റേൺ ഇദാഹോയ് എയർ ഷോയ്ക്കിടെയാണ് അപകടം. യു.എസ്. നേവിയുടെ ഇലക്ട്രോണിക് അറ്റാക്ക് സ്ക്വാഡ്രൺ 129-ലെ EA-18G ഗ്രോളർ വിമാനമാണ് ഞായറാഴ്ച മൗണ്ടൻ ഹോം എയർഫോഴ്സ് ബേസിലെ ഷോയ്ക്കിടയിൽ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചത്. 2 വൈമാനികർ വീതമാണ് ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്നത്. അപകടമുണ്ടായ ഉടൻ തന്നെ ഇവർ വിമാനത്തിൽ നിന്നും ഇജക്ട് ചെയ്ത് പാരച്യൂട്ടിൽ രക്ഷപ്പെടുകയായിരുന്നു. ഈ അപകട ദൃശ്യത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായി പ്രചരിക്കുകയാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനങ്ങൾ നിലത്ത് വീണ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അഭ്യാസത്തിനിടയിൽ അവിചാരിതമായി വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് US പസഫിക് ഫ്ലീറ്റിന്റെ നേവൽ എയർഫോഴ്സ് വക്താവ് അമേലിയ വ്യക്തമാക്കുന്നു. പൈലറ്റുമാർ പാരച്യൂട്ട് വിടർത്തി ചാടി രക്ഷപ്പെട്ടുവെന്നും 4 പേര് നിലവിൽ ചികിത്സയിലാണ്, സുരക്ഷിതരാണെന്നും അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എയർബേസിലുള്ള ആർക്കും ഈ അപകടത്തിൽ പരിക്കില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് എയർബേസ് അധികൃതർ പറയുന്നത്. അപകടത്തെ തുടർന്ന് വളരെ വേഗത്തിൽ തന്നെ എയർ ഷോയും അവസാനിപ്പിക്കേണ്ടി വന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ 250-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു വ്യോമാഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചത്. ഏകദേശം $67 മില്യൺ, അതായത് 550 കോടിയിലധികം ഇന്ത്യൻ രൂപ വില വരുന്നതാണ് ഈ തകർന്നുപോയ 2 അത്യാധുനിക പോർവിമാനങ്ങളും. അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആകാശത്ത് വെച്ച് 4 പാരച്യൂട്ടുകൾ വിടർന്നു വരുന്നതും വിമാനങ്ങൾ കത്തി അമരുന്നതുമാണ് ഈ ദൃശ്യങ്ങളിൽ പറയുന്നത്. FA-18 സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനത്തിന്റെ വകഭേദമാണ് EQ-18G. 2 വിമാനങ്ങളും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് നിലവിൽ ദൃക്സാക്ഷികൾ പറയുന്നത്. കൂട്ടിയിടിക്ക് പിന്നാലെ വിമാനങ്ങൾ തമ്മിൽ കറങ്ങി തീഗോളമായി നിലത്തു വീണു എന്നുകൂടിയാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത്. കൂട്ടിയിടി കണ്ടതോടെ ഒന്ന് നടുങ്ങിയെങ്കിൽ പോലും വേഗം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. സാങ്കേതിക തകരാറാണ് കാരണമെന്ന് ഒരിക്കലും കരുതുന്നില്ല. പൈലറ്റിന് പിഴവായിരിക്കും ഇതിന് കാരണമെന്നാണ് നിലവിൽ അനുമാനിക്കുന്നത്. കൂട്ടിയിടിക്ക് ശേഷം വിമാനങ്ങൾ തമ്മിൽ കുടുങ്ങിപ്പോകുന്നതായും ദൃക്സാക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. അപകട കാരണം എന്ത് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എല്ലാ വശങ്ങളും പഠിക്കുകയാണെന്നും വിശദമായ അന്വേഷണം നടക്കുന്നെന്നുമാണ് അമേരിക്കൻ നേവിയും അറിയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.